RDX തുടരുന്നു. ലോകത്തെ ഏത് പ്രതിസന്ധിയും പ്രശ്നങ്ങളും പരിഹരിക്കാൻ എനിക്ക് സാധിക്കും. ഇന്ത്യ പാക് വെടിനിർത്തലിലെ മധ്യസ്ഥ അവകാശവാദങ്ങൾക്കിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെ പറഞ്ഞിരുന്നു. അത്തരത്തിൽ പുതിയൊരു പ്രശ്നപരിഹാരത്തിന് കൂടി മധ്യസ്ഥം വഹിച്ച് ലോകത്തിൻ്റെ സമാധാന ദൂതനാകുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് ട്രംപ്. ഇത്തവണ റഷ്യയ്ക്കും യുക്രൈനുമിടയിൽ രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പുടിനുമായി 2 മണിക്കൂർ ഫോണിൽ സംസാരിച്ച് അതിന് തുടക്കമിട്ടു. രാജ്യങ്ങൾക്കിടയിൽ യുദ്ധം വേണ്ട, കച്ചവടം മതി എന്നതാണ് ട്രംപിൻ്റെ ലൈൻ. അതിന് ഊന്നൽ നൽകും വിധം യുദ്ധം അവസാനിപ്പിച്ചാൽ റഷ്യയുമായി സാധ്യമാകുന്ന വമ്പൻ കച്ചവട സാധ്യതകളെക്കുറിച്ചും യുക്രൈന് പങ്കാളികളാകാവുന്ന വ്യാപാര സാധ്യതകളെക്കുറിച്ചും കൂടി ട്രംപ് സൂചിപ്പിക്കുന്നുണ്ട്. RDX റാപ്പ് കാണാം ആദ്യം. റഷ്യയ്ക്കും യുക്രൈനും ഇടയിൽ രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. പുടിനുമായി 2 മണിക്കൂർ സംസാരിച്ച വിവരം പങ്കുവെച്ച ട്രംപ് യുദ്ധം അവസാനിപ്പിച്ചാൽ സാധ്യമാകുന്ന കച്ചവട സാധ്യതകളെക്കുറിച്ച് കൂടി പറഞ്ഞു വെക്കുന്നു. പുടിനുമായുള്ള ഫോൺ സംഭാഷണത്തിന് തൊട്ടു പിന്നാലെ സെലൻസ്കിയുമായും യൂറോപ്യൻ കമ്മീഷന്റെയും ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, ഫിൻലൻഡ് തുടങ്ങിയ രാജ്യങ്ങളുടെയും പ്രസിഡന്റുമാരുമായും കാര്യങ്ങൾ ചർച്ച ചെയ്തതായും ട്രംപ് അറിയിച്ചു. യുദ്ധം അവസാനിക്കുന്നതിനുള്ള സുപ്രധാന ചർച്ചയാണ് നടന്നതെന്നും തുടർ ചർച്ചകളുടെ വ്യവസ്ഥകൾ ഇരു രാജ്യങ്ങളും തീരുമാനിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. ചർച്ചയ്ക്ക് മുൻകൈയെടുത്തതിന് ട്രംപിന് പുടിൻ നന്ദി പറഞ്ഞു. സമാധാന ചർച്ചയ്ക്ക് രാജ്യം സന്നദ്ധമാണെന്ന് യുക്രൈൻ പ്രസിഡന്റും അറിയിച്ചു. തുടർ ചർച്ചകളിൽ നിന്നും അമേരിക്ക വിട്ടുനിൽക്കരുതെന്ന നിർദ്ദേശവും സെലൻസ്കി മുന്നോട്ട് വെച്ചു. യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ മധ്യസ്ഥത വഹിക്കാമെന്ന ലിയോ 14 മാർപ്പാപ്പയുടെ പ്രഖ്യാപനവും പുതിയ സമാധാന നീക്കങ്ങൾക്ക് കാരണമായതായാണ് വിലയിരുത്തപ്പെടുന്നത്. വത്തിക്കാൻ തന്നെ സമാധാന ചർച്ചകളുടെ വേദിയാകുമെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. RDX റാപ്പ് ന്യൂസ് മലയാളം. മറ്റ് വിശദാംശങ്ങൾ കൂടെ പരിശോധിച്ചു വരാൻ. ട്രംപിൻ്റെ സമാധാന ദൗത്യം എന്താണ്? അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപിൻ്റെ നിർണായക ഇടപെടലാണിതെന്നാണ് ലോകം വിചാരിക്കുന്നത്. പുടിനുമായി 2 മണിക്കൂർ ഫോണിൽ സംസാരിച്ചു. ട്രംപ് റഷ്യ യുക്രൈൻ സമാധാന ചർച്ചകൾ ഉടൻ ആരംഭിക്കുമെന്നാണ് ട്രംപ് ഇതിനുശേഷം പറഞ്ഞത്. യുദ്ധം അവസാനിച്ചാൽ റഷ്യ US വ്യാപാരം സജീവമാകുമെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി അദ്ദേഹം. അതിനുശേഷം റഷ്യ US വൻതോതിൽ വ്യാപാരം ആഗ്രഹിക്കുന്നതായി ട്രംപ് തുറന്നു തന്നെയും പറഞ്ഞു. അതിനുശേഷം യുക്രൈന് വ്യാപാരങ്ങളുടെ ഭാഗമാകാൻ സാധിക്കുമെന്നും US പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. പുടിനുമായുള്ള ചർച്ചയുടെ വിശദാംശങ്ങൾ ട്രംപ് സെലൻസ്കിയെയും അറിയിച്ചിട്ടുണ്ട്. ഇതിനുശേഷം 2 മണിക്കൂർ സംഭാഷണങ്ങൾക്ക് ശേഷം യൂറോപ്യൻ കമ്മീഷൻ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ഫിൻലാൻഡ് പ്രസിഡന്റ് എന്നിവരെയും അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം. യുദ്ധം അവസാനിപ്പിക്കണമെന്ന് യുക്രൈൻ ആഗ്രഹിക്കുന്നുവെന്ന് സെലൻസ്കി ആവർത്തിച്ച് പറഞ്ഞു. സമാധാന ചർച്ചകളിൽ നിന്ന് അമേരിക്ക വിട്ടുനിൽക്കരുത് എന്ന് സെലൻസ്കി വീണ്ടും ഇതിനുശേഷവും പറഞ്ഞു. US-നൊപ്പം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ബ്രിട്ടനും ചർച്ചയുടെ ഭാഗമാകണം എന്നുകൂടെ യുക്രൈൻ ആവശ്യപ്പെടുന്നു. വെടിനിർത്തലിന് റഷ്യ തയ്യാറാകുമോ എന്നതിൽ ഇപ്പോഴും ഉറപ്പില്ല എന്ന് സെലൻസ്കി ഇതിനുശേഷവും ആവർത്തിച്ചു. യുക്രൈനുമായി സമാധാന ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് വ്യക്തമാക്കി. പക്ഷേ പുടിൻ യഥാർത്ഥ പ്രശ്നം ചർച്ചയാകണമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു. സംഘർഷങ്ങളുടെ മൂല കാരണം ചർച്ച ചെയ്യപ്പെടണമെന്നും പുടിൻ പക്ഷേ അതോടൊപ്പം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഉടൻ 30 ദിവസത്തെ വെടിനിർത്തൽ എന്ന ആവശ്യത്തിൽ റഷ്യൻ തീരുമാനം വ്യക്തമല്ല. അങ്ങനെ ചില വ്യക്തതയില്ലായ്മ നമ്മുടെ മുന്നിലുണ്ട്. മധ്യസ്ഥ ചർച്ചകളുടെ രീതിയോ ഏത് തലത്തിലെന്നോ വിശദീകരണം ഇതിനുശേഷം ഉണ്ടായിട്ടില്ല. മധ്യസ്ഥ ചർച്ചാ വേദി ഏതെന്നോ ആരൊക്കെ ഇടപെടുമെന്നോ ധാരണയും ഇക്കാര്യത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. റഷ്യ ഉന്നയിക്കുന്ന ദീർഘകാല ആവശ്യങ്ങളിൽ നിന്ന് അയയുമോ എന്നതും വ്യക്തമല്ല. ഇതൊക്കെയാണ് നമ്മുടെ മുന്നിലുള്ള അവ്യക്തതകൾ. ട്രംപ് ഇടപെട്ടെങ്കിലും യുക്രൈനും സെലൻസ്കിക്കും ആശങ്ക തന്നെയാണ് ബാക്കിയുള്ളത് എന്ന് നമ്മൾ കാണുന്നു. ട്രംപിൻ്റേത് പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ US പിന്മാറുമെന്ന് ആണ് സൂചന. അദ്ദേഹത്തിന് മനസ്സിലിരിക്കുന്ന പോലെ നടന്നില്ലെങ്കിൽ വിട്ടുപോകും. US വിട്ടു നിന്നാൽ റഷ്യയുടെ തീരുമാനമാകുമോ നടപ്പിലാവുക എന്ന് യുക്രൈന് പേടിയുണ്ട് എന്നതാണ് അതിലെ കാര്യം. യുക്രൈനുള്ള സൈനിക രഹസ്യാന്വേഷണ പിന്തുണ US അവസാനിപ്പിക്കുമെന്ന ആശങ്ക കൂടെ യുക്രൈന് ഈ ഘട്ടത്തിലുണ്ട്. ട്രംപിൻ്റെ ഇടപെടലിലേക്ക് നയിച്ചത് വത്തിക്കാനിൽ നടന്ന US യുക്രൈൻ ചർച്ചയാണ് എന്നുകൂടെ നമ്മൾ അറിയുന്നുണ്ട്. സെലൻസ്കി, JD വാൻസ്, മാർക്കോ റൂബിയോ കൂടിക്കാഴ്ച ഇതിനിടയിൽ നടന്നിരുന്നു. യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ മധ്യസ്ഥ വഹിക്കാമെന്ന് ലിയോ 14 ഇതിനകം തന്നെ പ്രഖ്യാപിച്ചതായിട്ട് നമ്മൾ അറിയുന്നുണ്ട്. ലിയോ 14 മാർപ്പാപ്പയുമായി സെലൻസ്കി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ഈ വിഷയത്തിൽ. തുർക്കിയിൽ നേരിട്ടുള്ള ചർച്ചയ്ക്ക് സന്നദ്ധമായെങ്കിലും അവസാനം പുടിൻ പിന്മാറി എന്ന വസ്തുത നമ്മുടെ മുന്നിലുണ്ട്. പിന്മാറ്റ കാരണം വെടിനിർത്തലിന് അന്ത്യശാസനം നൽകിയ യൂറോപ്യൻ യൂണിയൻ്റെ നടപടിയാണ് എന്നതാണ് നമ്മൾ പുറത്തറിയുന്ന വിവരം. പിന്നാലെ തുർക്കി ചർച്ചയിൽ അമേരിക്ക ഭാഗമാകാനില്ലെന്ന് ട്രംപും അറിയിക്കുകയായിരുന്നു. യുദ്ധം അവസാനിപ്പിക്കാൻ പുടിന് താല്പര്യമില്ല എന്ന് പറഞ്ഞ് സെലൻസ്കിയും പിന്നീട് പിന്മാറുകയും അതോടെ പരാജയപ്പെട്ടു ആ തുർക്കി ചർച്ചയും. റഷ്യ യുക്രൈൻ ഉദ്യോഗസ്ഥതല ചർച്ച മാത്രമാണ് പിന്നീട് തുർക്കിയിൽ നടന്നത് എന്ന് നമ്മൾ അറിയുന്നു. ഇരു രാജ്യങ്ങളും 1000 യുദ്ധത്തടവുകാരെ പരസ്പരം കൈമാറാൻ തീരുമാനമായിട്ടുണ്ട് ഇതിനകം. അതാണ് ആ ചർച്ചയിലുണ്ടായ ഒരു കാര്യം. യുക്രൈനെതിരായ റഷ്യൻ ആക്രമണത്തിന് തുടക്കം 2022 ഫെബ്രുവരി 24 എന്നത് നമുക്ക് ഓർമ്മയുണ്ട്. ഇപ്പോഴും തുടരുകയാണ്. യുദ്ധം അതിവേഗം അവസാനിപ്പിക്കാമെന്ന റഷ്യൻ പ്രതീക്ഷ ഫലവത്തായില്ല എന്ന് നമ്മൾ കാണുന്നു. 2ാം ലോക മഹായുദ്ധശേഷം യൂറോപ്പ് കണ്ട ഏറ്റവും വലിയ സംഘർഷമായി റഷ്യ യുക്രൈൻ യുദ്ധം ഇതിനകം തന്നെ മാറിയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടമായി, നിരവധി പേർ അഭയാർത്ഥികളായി. എല്ലാ യുദ്ധങ്ങളും ഉണ്ടാക്കുന്നത് പോലെയുള്ള അതിഭീമാകാരമായിട്ടുള്ള മനുഷ്യജീവിത നഷ്ടവും മറ്റു ദുരിതങ്ങളും ഉണ്ടായി.
റഷ്യ യുക്രൈൻ യുദ്ധം തുടരുകയാണ് ഹർഷൻ. പക്ഷേ ട്രംപ് ഇങ്ങനെയൊരു ഇടപെടൽ നടത്തിയിരിക്കുന്നു. ട്രംപിന് സമാധാന നൊബേലൊക്കെ കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്, സമാധാനത്തിൻ്റെ ആളാണ് താനെന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഫലവത്താകുന്നതാണോ ഇത്? അല്ല, ഏറ്റവും ഒടുവിൽ എനിക്ക് തോന്നുന്നത് ട്രംപ് ഇതിൽ അസ്വസ്ഥനാണ്. ട്രംപ് വിചാരിക്കുന്നത് ഇതിൽ നിന്ന് എങ്ങനെയും തലയൂരിയാൽ മതി. അമേരിക്ക ഇതിൽ സൈനികമായും ഈ രഹസ്യാന്വേഷണ മേഖലയിലുമൊക്കെ പലതരത്തിൽ ഇടപെട്ട് യുക്രൈനെ സഹായിക്കുന്ന സ്ഥിതിയുണ്ട്, ആയുധം നൽകുന്ന കാര്യത്തിലൊക്കെ അടക്കം. അങ്ങനെ സഹായിക്കുന്ന ഒരു സാഹചര്യം എന്നത് അതാണ് ട്രംപിനെ അസ്വസ്ഥനാക്കുന്നത്. ഇപ്പോൾ യുദ്ധം എന്നുള്ളതിനേക്കാൾ അമേരിക്കയുടെ നികുതിദായകരുടെ പണം വെറുതെ ഇങ്ങനെ ചെലവാക്കി കളയുന്നു. എനിക്കിത് ഇഷ്ടമല്ല, ഇത് എൻ്റെ യുദ്ധമല്ല, നമ്മുടെ യുദ്ധമല്ല, നമ്മുടെ യുദ്ധം ഇങ്ങനെ അല്ല അല്ല അങ്ങനെ തന്നെ അദ്ദേഹം പറയുന്നത്. ബൈഡൻ ആവശ്യമില്ലാത്ത ഒരു തലവേദന വരുത്തി വെച്ചതാണ് എന്ന് തന്നെയാണ് ട്രംപ് പറയുന്നത്. അപ്പോൾ ട്രംപിന് ഇത് സമാധാനം ഉണ്ടാവണം, അതിൽ സമാധാന ദൂതൻ താനാവണം എന്നൊക്കെയുള്ള താല്പര്യം ട്രംപിന് ഉള്ളപ്പോൾ തന്നെ ട്രംപ് ഇത് മടുത്താൽ ഇത് ഇട്ടിട്ട് പോകുമോ എന്നുള്ള പേടി സെലൻസ്കിക്കുമുണ്ട്. സെലൻസ്കിയെ ഇതിനു മുമ്പ് ഈ ആദ്യത്തെ 2 മണിക്കൂർ നീളുന്ന പുടിനുമായുള്ള ഫോൺ സംഭാഷണത്തിന് മുൻപ് തന്നെ സെലൻസ്കിയുമായി ട്രംപ് സംസാരിച്ചിരുന്നു. ആ സമയത്ത് സെലൻസ്കി ട്രംപിനോട് ആവശ്യപ്പെട്ടത് വലിയ വ്യാപാര നിരോധനം ഒക്കെ വേണം, ടാക്സുമായി ബന്ധപ്പെട്ട് റഷ്യയ്ക്ക് വലിയ ഉപരോധങ്ങളൊക്കെ ഏർപ്പെടുത്തണം, അങ്ങനെ റഷ്യയെ പേടിപ്പിച്ച് നമുക്ക് ഇത് നേടിയെടുക്കണം, ഞാനും ട്രംപും കൂടെ എന്ന മട്ടിലാണ് സെലൻസ്കി ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. അപ്പോൾ അതിനൊരു കാരണമുണ്ട്. സെലൻസ്കിക്ക് ഇത് അവസാനിപ്പിക്കണം എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട്. 20% ഈ ഭൂപ്രദേശങ്ങൾ ഏതാണ്ട് റഷ്യയുടെ കയ്യിലാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ, യുക്രൈൻ്റെ പ്രദേശങ്ങൾ. പക്ഷേ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിനകത്ത് നിരുപാധികമായ ഒരു നിലപാട്, ഒരു വെടിനിർത്തൽ പ്രഖ്യാപിക്കണം, റഷ്യ ഇതിൽ നിന്ന് പിന്മാറണം, യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ളതാണ് സെലൻസ്കിയുടെ ആഗ്രഹം. പക്ഷേ അത് നടക്കില്ല. ഒരു മെമ്മോറാണ്ടം ഉണ്ടാക്കണം, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ ചർച്ചകൾ ആരംഭിക്കണം. ഈ വെടിനിർത്തലിന് വേണ്ട, യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ട ചർച്ചകൾ ആരംഭിക്കണം. ഏതാണ്ട് 4 പ്രദേശങ്ങളിൽ നിന്ന് യുക്രൈൻ പിന്മാറണം. ഇങ്ങനെയൊക്കെയുള്ള നിബന്ധനകളിലേക്ക് തന്നെയാണ് റഷ്യ പോകുന്നത്. അപ്പോൾ അത് ഈ യുദ്ധം നീട്ടിക്കൊണ്ടുപോകാനുള്ള റഷ്യയുടെ തന്ത്രമാണ് എന്നാണ് സെലൻസ്കി വിചാരിക്കുന്നത്. മാത്രമല്ല, ഈ ചർച്ചയ്ക്ക് ശേഷം ഈ നേരത്തെ സനീഷ് സൂചിപ്പിച്ച ഈ ലോക നേതാക്കൾ, യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമൊക്കെയായി ഒരുമിച്ചിരുന്ന് ഒരു കോൺഫറൻസ് കോളിൽ ഇവർ സംസാരിച്ചു. അവിടെ ട്രംപ് പുടിനെ അവതരിപ്പിച്ചത് തന്നെ വളരെ മാന്യനായ വ്യക്തി എന്നുള്ള മട്ടിലാണ്. അത് കേട്ടിട്ട് ഇവർ ഞെട്ടിപ്പോയെന്നാണ് പറയുന്നത് ഈ ബാക്കി യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ. ഇതെന്താണ് ട്രംപ് ഉദ്ദേശിക്കുന്നത് എന്ന മട്ടിൽ, അതായത് തള്ളിക്കളയുന്നതല്ലാത്ത നിബന്ധനകൾ നിങ്ങൾ കൊണ്ടുവരണം എന്ന് തന്നെയാണ് ട്രംപ് അവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇത് പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കത്തിലേക്ക് നിങ്ങൾ കടക്കണം, അതല്ലാതെ ഇത് കുഴപ്പത്തിലാക്കുന്ന ഒരു നീക്കത്തിലേക്ക് പോകരുത് എന്ന സൂചന കൃത്യമായി ട്രംപ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചർച്ച എന്നുള്ളതിലേക്ക് ഒരു പടി കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ശരി. പക്ഷേ സെലൻസ്കിക്ക് അങ്ങനെ ഒരു മറ്റൊരു കാര്യം കൂടെ സെലൻസ്കി ആവശ്യപ്പെടുന്നുണ്ട്. ഈ യുദ്ധം പുടിൻ്റെ യുദ്ധമാണ്, നമ്മുടെ ആരുടെയും യുദ്ധമല്ല. അപ്പോൾ അതുകൊണ്ട് നേരിട്ട് പുടിനുമായിട്ടുള്ള ചർച്ചയാണ് ആവശ്യം എന്നുള്ളത് സെലൻസ്കി ഒരു മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആവശ്യമാണ്. പുടിൻ അതിന് തൽക്കാലം തയ്യാറാകുന്നുമില്ല എന്നുള്ള പ്രശ്നമുണ്ട്. അതാണ്, നമുക്കിത് അവസാനിപ്പിക്കാം. അതിനു മുമ്പ് ഈ ട്രംപ് യഥാർത്ഥത്തിൽ ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ ഒരാളാണ്, ഏറ്റവും ശക്തനായിട്ടുള്ള രാജ്യത്തിൻ്റെ തലപ്പത്തുള്ള ആളാണ്. പക്ഷേ മൂപ്പർ കുറേ മണ്ടത്തരങ്ങളുണ്ട് നമുക്ക് ഇതിനകം അറിയാലോ. അതായത് ജമ്മു കശ്മീർ പ്രശ്നം 1000 വർഷമായിട്ട് നടക്കുകയാണ് എന്നൊക്കെ പറയുന്ന മാതിരിയുള്ള മണ്ടത്തരവും ഒറ്റ ബുദ്ധിയും നല്ലോണമുള്ള ആളായിട്ടാണ് ട്രംപിനെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് തോന്നുന്നു. ട്രംപിന് മനസ്സിലാകാത്തൊരു കാര്യം ഇതിലിടപെടുമ്പോൾ എനിക്ക് തോന്നിയത്, പുടിൻ സ്വയം കരുതുന്നത് ട്രംപിനേക്കാൾ വലിയ നേതാവായിട്ടാണ്, അല്ലാണ്ട് ട്രംപിന് കീഴടങ്ങിയിട്ടുള്ള രണ്ടാമത്തെ ആളായിട്ടല്ല. റഷ്യ അമേരിക്കയേക്കാൾ വലിയ രാജ്യമാണെന്ന് വിചാരിക്കുന്ന ആളാണ് പുടിൻ. അദ്ദേഹത്തിന് അതിൻ്റെതായുള്ള കാരണങ്ങളുണ്ട്. പുടിൻ പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ട്രംപിനേക്കാൾ കാര്യങ്ങൾ ആലോചിച്ചെടുക്കുന്ന ഒരാളാണ് പുടിൻ എന്ന് തോന്നലുണ്ടാവുകയും ചെയ്യും. കുറേ കൂടെ കർക്കശക്കാരനുമാണ്, യുദ്ധം ചെയ്യാനാണെങ്കിൽ യുദ്ധം ചെയ്യുന്ന ഒരാളാണ്. ആ ആൾ 2 മണിക്കൂർ ഫോൺ സംഭാഷണം, ഞാനത് ഓർത്തു, 2 മണിക്കൂർ 2 ആളുകൾ തമ്മിൽ സംസാരിക്കുകയാണ് എന്ന് വെച്ചാൽ ഇതൊരു അന്താരാഷ്ട്ര സംഭാഷണമാണ്. സ്വാഭാവികമായിട്ടും ചില വിവർത്തകരുണ്ടാവും. പിന്നെ ഈ സംഭാഷണം എന്ന് വെച്ചാൽ പലതരത്തിലുള്ള സംഭാഷണങ്ങളായിരിക്കും. 2 മണിക്കൂർ അങ്ങനെയൊക്കെ നീട്ടിപ്പിടിച്ചായിരിക്കും 2 മണിക്കൂർ മാധ്യമങ്ങൾ പറയുന്നത്. പക്ഷേ എന്നാലും അതിനകത്തെല്ലാം ചുരുക്കിയാലും ഇത്രയും നേരം അവർ സംസാരിച്ചല്ലോ. അപ്പോൾ പുടിൻ ഈ സമയത്ത് എന്നാൽ പിന്നെ സംസാരിച്ചേക്കാമെന്ന തോന്നലുണ്ടാകണമെങ്കിൽ എന്തായിരിക്കും അത്? തൊട്ടു മുമ്പ് തുർക്കി അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് സംസാരിച്ചേക്കാമെന്ന് പറയുമ്പോൾ സെലൻസ്കി അവസാനം വരെയും വിചാരിച്ചു വെച്ചാൽ സെലൻസ്കിക്ക് ഒരു നെഗറ്റീവ് ഫീൽ കൂടെ ഉണ്ടാവും. പക്ഷേ എന്നാലും രണ്ടുപേരും നമ്മൾ നേർക്കുന്നവരിക്കണം എന്ന് പറഞ്ഞു. പുടിൻ ആദ്യമേ തീരുമാനിച്ചിട്ടുണ്ടാകും പോവില്ല എന്ന്. പക്ഷേ പുടിൻ ആ പ്രതീക്ഷ അവസാനം വരെയും കൊടുത്തു. അവസാനം മൂപ്പരുടെ ആളുകളെ മാത്രം അങ്ങോട്ട് അയച്ചു. സെലൻസ്കി പിന്മാറി. ഇവർ രണ്ടുപേരും മാത്രം സംസാരിച്ചിട്ട് കാര്യങ്ങൾ പിരിഞ്ഞു. 1180 ദിവസമായി യുദ്ധം തുടങ്ങിയിട്ട്. 1180 ദിവസമായിട്ട് യുദ്ധം തുടരുകയാണ്. എന്താ സ്ഥിതി എന്ന് വെച്ചാൽ, ഇങ്ങനെ യുദ്ധം തുടരുമ്പോൾ രണ്ടിടത്തും ഇതൊരു നോർമലായി മാറിക്കഴിഞ്ഞു. യുദ്ധത്തിനിടയിലൂടെ ജീവിക്കുക എന്നതിലേക്ക് നേതാക്കളും എത്തി, നാട്ടുകാരും എത്തി. അപ്പോൾ എന്നാൽ പുടിൻ വിചാരിക്കുന്ന വിജയം പെട്ടെന്ന് ഉണ്ടാവുന്നില്ല. എന്നാൽ അതേസമയം സെലൻസ്കി അവിടെ ആളുകൾ ഇതിനകത്തൂടെ ജീവിക്കുക, യുദ്ധത്തിനകത്തൂടെ ജീവിക്കുക എന്ന് വെച്ചാൽ ആ നാടുകളിലൊക്കെയുള്ള ആളുകൾക്ക്
കഷ്ടമാണെങ്കിൽ തന്നെയും അത് അവർക്ക് അങ്ങനെ ശീലമുള്ള കാര്യമാണ്. അപ്പോൾ അവരങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുട്ടിന് ഇത് അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകും, പക്ഷേ എൻ്റെ ടേംസിലല്ലാതെ നടക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചിട്ട് വന്നിരിക്കുകയാണ്. അത് മാത്രമല്ല, അതിനകത്ത് സനീഷ് ട്രംപ് ഒരു കാര്യം പറഞ്ഞു. ഈ ചർച്ചയ്ക്കാണെങ്കിൽ ട്രംപ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് അവസാനിപ്പിക്കണം, വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കണം, എന്നിട്ട് റഷ്യക്ക് ഞങ്ങളുമായിട്ട് ഒത്തിരി കച്ചവടം നടത്താനുള്ളതാണ്. ഈ ഉക്രൈൻ ചെന്നുപെട്ടിരിക്കുന്ന ഒരു അവസ്ഥ അതിന് ഏറ്റവും കൃത്യമായ ഉദാഹരണം എന്ന് പറയുന്നത് തുർക്കിയിൽ നടക്കുന്ന ചർച്ചയ്ക്ക് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ ഉക്രൈനിൽ നിന്ന് കൊണ്ടുപോയി സെലൻസ്കി. അയാൾ തുർക്കിയിൽ നിന്ന് രക്ഷപ്പെട്ടു, അതായത് മുങ്ങിക്കളഞ്ഞു, അവിടെ നിന്ന് ബൾഗേറിയയിലേക്ക് കരമാർഗം രക്ഷപ്പെട്ടു. സൂക്ഷ്മാംശങ്ങളിലേക്ക് പോയാൽ ഒരു യുദ്ധവാർത്തയെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ ചിരിക്കാൻ പാടില്ലെങ്കിലും അങ്ങനെ ചിരിക്കേണ്ടുന്ന കുറേ സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. ഇതിപ്പോൾ ഈ യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിക്കണം, അത് ആ നിലക്ക് ഇത് പോകുമെന്ന് വിചാരിക്കാം. പിന്നെ ഒറ്റ പോയിൻ്റേ ഉള്ളൂ, അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണത്, ഇത് കച്ചവടം നടത്തണം ഈ ചങ്ങാതിക്ക്. അമേരിക്ക ഫസ്റ്റ്, അമേരിക്കയ്ക്ക് ലാഭം ഫസ്റ്റ്. അതിന് ഈ യുദ്ധം നടന്നാൽ നടക്കില്ല. അതിനുവേണ്ടി ഈ ഒറ്റ ബുദ്ധിയും കൂടെ വെച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് വേണം വിചാരിക്കാൻ. ഡൊണാൾഡ് ട്രംപ് ഒരു സമാധാന ദൂതനായാണ് അദ്ദേഹത്തെ സ്വയം കാണുന്നത്. അക്കാര്യത്തിൽ RDXനും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകണമെന്ന് അഭിപ്രായമില്ല. ട്രംപിന് യുദ്ധത്തോട് വലിയ പഥ്യമില്ല എന്ന് നമുക്കറിയാം ഇതിനകം തന്നെ. ഇക്കഴിഞ്ഞ മണിക്കൂറുകളിൽ ട്രംപ് സ്വന്തം സാമൂഹ്യ മാധ്യമങ്ങളോട് പങ്കുവച്ച ചില സ്ക്രീൻഷോട്ടുകളുണ്ട്. എല്ലാം പ്രസിഡന്റ് ട്രംപിനെ മറ്റു പലരും പുകഴ്ത്തുന്നതിൻ്റെതാണ്. ട്രംപാണ് യഥാർത്ഥ ലോക നേതാവ്, മിഡിൽ ഈസ്റ്റിനെ ഒന്നിപ്പിച്ച ട്രംപ് മാജിക്കിന് നൊബേൽ ഉറപ്പ്, അമേരിക്കൻ വികസന താല്പര്യം കൈവിടാത്ത പ്രസിഡന്റാണ് ട്രംപ് എന്നിങ്ങനെ പോകുന്നു. ആ വാഴ്ത്തുകൾ അദ്ദേഹം തന്നെ ഷെയർ ചെയ്തിരിക്കുകയാണത്. തന്നെ പുകഴ്ത്തുന്ന വാചകങ്ങൾ പങ്കുവയ്ക്കുന്നതിൽ ട്രംപിന് ഒരു ഹരമുണ്ട്. ഇന്ത്യ പാക് വെടിനിർത്തലിലെ അവകാശവാദം, ഇപ്പോഴത്തെ യുക്രൈൻ റഷ്യ പ്രശ്നപരിഹാര നീക്കം, ഗാസ പ്രശ്നപരിഹാരത്തിന് ഇടപെടാമെന്ന വാഗ്ദാനം, മിഡിൽ ഈസ്റ്റ് രാഷ്ട്രങ്ങളുമായി നടന്ന ചർച്ചകൾ, ഒരു കാലത്ത് അമേരിക്കൻ ശത്രുവായിരുന്ന ഇപ്പോഴത്തെ സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് ഷറായുമായുള്ള കൂടിക്കാഴ്ച എന്നിവയെല്ലാം യുദ്ധവിരുദ്ധനായ സമാധാന ദൂതൻ പ്രതിച്ഛായ നിർമ്മിതിയിലേക്കുള്ള ട്രംപിൻ്റെ യാത്രയാണ്. ഡൊണാൾഡ് ട്രംപ് നല്ലൊരു കച്ചവടക്കാരനാണ്. ആയുധങ്ങളുടേതല്ലാത്ത മറ്റൊരു ബിസിനസ്സിനും യുദ്ധവും സംഘർഷവും ഗുണം ചെയ്യില്ല. ഭൂമുഖത്ത് യുദ്ധം ഒഴിവാക്കുന്നതാണ് നിലവിൽ അമേരിക്കൻ വാണിജ്യ താല്പര്യങ്ങൾക്കും മെച്ചം. ട്രംപിൻ്റെ കാര്യത്തിൽ ഇതൊരു പുത്തൻ കാര്യവുമല്ല. പ്രസിഡന്റ് ആവുന്നതിന് മുമ്പും ട്രംപ് യുദ്ധവിരുദ്ധനായിരുന്നു. അതെന്തായാലും നല്ലത്. ട്രംപ് ക്രെഡിറ്റ് എടുത്തോട്ടെ, യുദ്ധങ്ങൾ ഒഴിവായി പോകട്ടെ എന്ന് തന്നെ RDX പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ RDX പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.